മിക്ക ആൾക്കാർക്ക് സ്വന്തം വീട്ടിൽ പോയാൽ നേരത്തെ കുളിക്കുക എന്നുള്ളത് കുറച്ച് മടിയുള്ള കാര്യമായിരിക്കൂലേ. ആ കൂട്ടത്തിൽ പെട്ടതാട്ടെ ഞാനും. ചൂടുള്ള ദിവസമൊക്കെ ആണെങ്കിലും നേരത്തെ കുളിക്കാറുണ്ട് കേട്ടോ. ഇന്നാണെങ്കിൽ നല്ല മഴ, അതുകൊണ്ട് കുറച്ച് വൈകിട്ട് കുളിച്ചതേ. മോൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി കാർട്ടൂൺ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അവൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്നതാണ്, എന്നാലും അവൾ കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ. അവൾ സ്വയം കഴിക്കുമ്പോൾ കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ. അവളുടെ വയറ് നിറയണമെങ്കിൽ ഞാൻ തന്നെ വാരി കൊടുക്കണേ. ചോറ് കഴിക്കുക എന്നുള്ളത് അവൾക്ക് കുറച്ച് മടിയുള്ള കാര്യമാണ്. എല്ലാ മക്കളും അതുപോലെ ആയിരിക്കും അല്ലേ. നമ്മുടെ വീട്ടിലത്തെ ടി വി കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഫോണും കൊടുക്കാറില്ല കേട്ടോ. എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞിട്ടാണ് അവൾക്ക് ചോറ് കൊടുക്കാറ്. ഇപ്പോൾ ഞങ്ങൾ കൂറ്റമ്പാറയിലാണേ. ഇവിടെ ടി വി ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിയ ഒരു ഉണ്ണിക്കണ്ണനാണ്, അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കണം കണ്ടപ്പോൾ അവൾ കാണിച്ചു തരികയാണേ. ഇന്ന് ഫുൾ ടൈം കയ്യിൽ പിടിച്ച് നടക്കാൻ ഇത് മതി കേട്ടോ. ആ കൂട്ടത്തിൽ കുറേ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഹൈദിയുടെ ഫ്രണ്ടിന് എന്ത് പറ്റി, കാലിന് എന്താ പറ്റിയേ, എന്താ നടക്കാത്ത എന്നുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാണ് കേട്ടോ. കാർട്ടൂൺ വെച്ച് കൊടുത്തോണ്ട് തന്നെ എനിക്ക് കുറച്ച് നേരം റെസ്റ്റാണ്, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നത് വരെ എൻ്റെ തൊണ്ട പറ്റിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും സിറ്റ് ഔട്ടിലിരിക്കുകയാണ്. ഇതുപോലെ കുത്തി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവള്. ഇന്നാണെങ്കിൽ കനത്ത മഴ, പേടിപ്പെടുത്തുന്ന മഴ. ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഞങ്ങൾ വഴിക്കടവ് ആനമറയിലാണ്. മലയോര പ്രദേശമായതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇങ്ങനെ മഴ പെയ്യുമ്പോഴൊക്കെ. മുറ്റത്ത് കുറച്ച് വെള്ളം കെട്ടിക്കിടക്കണം കണ്ടപ്പോൾ അവൾക്ക് തോണി ഉണ്ടാക്കി കളിക്കണമെന്ന് പറഞ്ഞേ. അമ്മ തോണി ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. പേപ്പർ കൊണ്ടായതുകൊണ്ട് തന്നെ വെള്ളത്തിലിടുമ്പോൾ തന്നെ താഴ്ന്നു പോവാണ്. അവളത് പിന്നെയും നേരെയാക്കും, പിന്നെയും താഴ്ന്നു പോവും. അച്ഛൻ വന്നപ്പോൾ കുറച്ച് കടൽ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തന്നതാണ് ഈ 2 എണ്ണം. കുറച്ചും കൂടി താന്ന് പറഞ്ഞപ്പോൾ അത്രേ ഉള്ളൂ, എനിക്ക് വേണമെന്നൊക്കെ പറയായിരുന്നു കേട്ടോ. പിന്നെ അവളൊന്ന് ഉച്ചയ്ക്ക് ഉറക്കിയിട്ടുണ്ടായിരുന്നേ. ഉറങ്ങിയിട്ടില്ലെങ്കിൽ വൈകുന്നേരം ആയാൽ ഭയങ്കര വാശിയായിരിക്കും കേട്ടോ.